എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളകിട്ട് വറ്റിച്ച് വെച്ച അയിലക്കറിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 വലിയ അയിലയാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്, ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാണത്. ഇതിലേക്ക് പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ പുളി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പാത്രം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ട് വഴറ്റുമ്പം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. തക്കാളി ഇതിൻ്റെ കൂടെ ഒരുമിച്ചിടരുത്, കുറച്ചൊന്ന് വഴണ്ട് കിട്ടിയതിൻ്റെ ശേഷമേ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഉള്ളി വഴണ്ട് കിട്ടാൻ കുറച്ച് പാടാവും. തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പം ഉള്ളി വഴണ്ട് വന്നു. ഇപ്പം തക്കാളി ഇട്ട് കൊടുത്തു ഞാൻ. തക്കാളി ഒന്ന് വഴറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വേഗത്തിൽ വഴണ്ട് കിട്ടാൻ ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിയും തക്കാളിയും ഒക്കെ വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ വഴറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. അടി പിടിക്കാതെ വേണം. സ്റ്റൗ ഒന്ന് നല്ല സ്പീഡിൽ വെക്കരുത്, കുറച്ചൊന്ന് ചെറുതാക്കി വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ച പുളിവെള്ളമില്ലേ, ഞാൻ വാളംപുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ വാളംപുളീൻ്റെ വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് തക്കാളിയും ഉള്ളിയൊക്കെ അതിൽ കിടന്ന് ഒന്ന് നല്ലോണം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കഷ്ണങ്ങൾ മുറിച്ച് വെച്ച അയില കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം മുറിച്ച് വെച്ച അയില കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കരുത്, കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. അപ്പം ഒന്ന് ചെറുതായി സൈഡിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പുണ്ടോ നോക്കണം. അപ്പം ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടോ, ലേശം ഒരു കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലൊക്കെ നല്ലോണം വേവുന്നതിന് വേണ്ടി മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പിൻ്റെ ഇല ഇതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോവും, കഷ്ണങ്ങളൊക്കെ എന്തായി പൊട്ടിപ്പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.